മലപ്പുറം കരുവാരക്കുണ്ട് തൂവൂരിൽ നടു റോഡിൽ കാട്ടാനകളുടെ പരാക്രമം. വാഹനങ്ങൾക്ക് നേരെ 3 കാട്ടാനകൾ പാഞ്ഞെടുത്തു. ദൃശ്യങ്ങളിലേക്ക്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ പ്രദേശത്ത് വലിയ ഭീതി പരത്തിയിരിക്കുകയാണ്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശാന്തകുമാർ, നമ്മളിപ്പോൾ കാണിച്ച ഈ ദൃശ്യങ്ങൾ അത് എപ്പോൾ പകർത്തിയതാണ്? എപ്പോൾ മുതലാണ് ഈ കാട്ടാനകൾ അവിടെ ഒരു ഭീതി വിതയ്ക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ആകെ ഭീതി പുലർത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ലക്ഷ്മി. ഏകദേശം 3/4 മണിക്കൂർ, അതായത് 10:45 കൂടിയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കരുവാരക്കുണ്ട് മേലാറ്റൂർ റോഡിൽ ഇരിങ്ങാട്ടിരിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ റോഡിലൂടെ നിരവധി വാഹനങ്ങൾ വരുന്നുണ്ട്. ആ വാഹനങ്ങൾ കാട്ടാനകളെ വരുന്നത് മനസ്സിലാക്കി ജനങ്ങൾ മുന്നറിയിപ്പ് നൽകി നിർത്തിയിട്ടതായിരുന്നു. ആ നിർത്തിയിട്ട വാഹനത്തിന്റെ ആണ് ഇപ്പോൾ ആക്രമിച്ചത്. ആ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. തുടർന്ന് നാട്ടുകാർ ബഹളം വെച്ചപ്പോഴാണ് ഈ കാട്ടാനകൾ മറ്റൊരു ദിശയിലേക്ക് പോകുന്നത്. ഈ കാട്ടാനകൾ പൂർണ്ണമായും ഇപ്പോൾ കരുവാരക്കുണ്ട് മേഖലയിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. എന്തായാലും നിരീക്ഷണത്തിൽ തന്നെയാണ്. പക്ഷെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായത്. ജനവാസ മേഖല, അത് നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡ്, ആ റോഡിലാണ് ഇപ്പോൾ കാട്ടാനകൾ ഇറങ്ങിയിരുന്നത്. ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ ഈ തൂവൂർ മേഖലയിൽ കാട്ടാനകൾ ഉണ്ടായിരുന്നു. തൂവൂരിൽ തന്നെ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ ജനവാസ മേഖലയോട് ചേർന്നുള്ള റബ്ബർ എസ്റ്റേറ്റ് ആണ്. അവിടെ കാട്ടാനകൾ വന്ന് അത് ഭീതി വരുന്നു. ആ കാട്ടാനകൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഇരിങ്ങാട്ടി ഭാഗത്ത് എത്തി ഇപ്പോൾ ഈ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന രീതിയിലും അത് ഭയപ്പെടുത്തുന്ന രീതിയിലും ഏറെ ഭീതി ഉണ്ടാക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ കാട്ടാനകൾ കരുവാരക്കുണ്ട് മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ഇവയെ തുരത്താനുള്ള ഓടിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ശാന്തകുമാർ? നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടക്കുന്നത്. വനംവകുപ്പിന്റെ RRT സംഘം ഇതുവരെ എത്തിയിട്ടില്ല. അല്പസമയത്തിനകം എത്തും തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എത്തിയതിനു ശേഷം ഈ ആനകളെ ഒരു ഉൾവനത്തിലേക്ക് തുരത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനാണ് വനംവകുപ്പും പറയുന്നത്. പക്ഷേ ഇത് ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് കാട്ടാന ഏത് സമയത്തും ഏത് വഴിയിലൂടെയും തിരിഞ്ഞു വരാവുന്ന രീതിയിൽ തൊട്ടപ്പുറത്ത് ഇന്ന് രാവിലെ 6 മണി മുതൽ ഈ കാട്ടാനകൾ പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. 6 മണി മുതൽ റബ്ബർ എസ്റ്റേറ്റിലുണ്ടായിരുന്നു. അവിടെ ജനവാസ മേഖല തന്നെയാണ്. നിരവധി വീടുകൾ ആ റബ്ബർ എസ്റ്റേറ്റിന് സമീപത്തുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ റോഡിലേക്കും എത്തിയത്. എന്തായാലും RRT സംഘത്തിന്റെ സഹായത്തോടു കൂടി ഈ കാട്ടാനകളെ തുരത്തുന്നുള്ള ശ്രമം അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന് തന്നെയാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ശരി ശാന്തകുമാർ, ഏതായാലും പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. കൂടുതൽ ദൃശ്യങ്ങളും വിവരങ്ങളും വരും മണിക്കൂറുകളിൽ കൊടുക്കാൻ പാകത്തിൽ സമാഹരിക്കുക. ഏതായാലും അവിടെ വല്ലാത്തൊരു സാഹചര്യമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ കാട്ടാനകളെ തുരത്താൻ ശ്രമം നടക്കുന്നുണ്ട്. 3 കാട്ടാനകളാണ് അവിടെ ഭീതി വിതയ്ക്കുന്നത്. വാഹനങ്ങളടക്കം തകർത്തുകൊണ്ടുള്ള ഒരു പരാക്രമം തന്നെയാണ് അവിടെ കാട്ടാനകൾ നടത്തുന്നത്. RRT സംഘം ഇതുവരെയും അവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഉടൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.